വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ PSC ഇൻ ടെക്സ്റ്റ് ബുക്ക് ക്രാക്കർ സീരീസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് 10ാം ക്ലാസ് ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലാസ്സുകൾ മനസ്സിലാകുന്നുണ്ട് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ഇതിന് മുന്നേ നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ തന്നെ ബയോളജി ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഫിസിക്സിൻ്റെ ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോവുക, അവിടെ ടെക്സ്റ്റ് ബുക്ക് ക്രാക്കർ സ്റ്റാൻഡേർഡ് 10 എന്നുണ്ട്. അതായിരിക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉള്ള ക്ലാസ്സുകൾ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. അതുപോലെ തന്നെ കൂടുതൽ പേര് ആവശ്യപ്പെടുന്ന ക്ലാസ്സുകളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, അടുത്ത ക്ലാസ് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പഠിച്ച് നിർത്തിയത്? ആരെങ്കിലുമൊക്കെ പഠിച്ചോ? എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ആ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ കുറച്ച് ഡിവൈസസ്, അതിൻ്റെ യൂസസ്, ആ ഉപകരണങ്ങളിൽ നടക്കുന്ന ഊർജ്ജ മാറ്റവുമാണ്, അതുപോലെ തന്നെ ഊർജ്ജ സംരക്ഷണ നിയമവും നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു ഇല്ലേ? ഒന്ന് പറഞ്ഞോട്ടെ, ഇലക്ട്രിക് ഫാനിൽ ഏത് എനർജി ഏതായിട്ടാണ് മാറുന്നത്? നമുക്കറിയാം, ഇലക്ട്രിക് ഉപകരണങ്ങൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക്കൽ എനർജിയാണ്. ഇവിടെ ഫാൻ എന്ന് പറയുന്നത് നമുക്കറിയാം, അതിങ്ങനെ കറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഒരു യന്ത്രഭാഗം ചലിക്കുകയാണ് എങ്കിൽ അവിടെ യാന്ത്രികോർജ്ജം അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജിയാണ് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു നിർത്തിയായിരുന്നു അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ക്ലാസ് കാണാത്തവർ തീർച്ചയായിട്ടും ആ ക്ലാസ് കാണുക, അതിനുശേഷം മാത്രം ഈ വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം. മക്കളെ, ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഇനിയുള്ള ക്ലാസ്സുകൾ, അതായത് നമുക്ക് ഈ ഒരു നിങ്ങൾക്കൊരു ചാപ്റ്ററിൻ്റെ ഒരു പാർട്ട് 2 ഭാഗം, ഫസ്റ്റ് ഒരു തിയറി പോർഷനും പിന്നീട് കുറച്ച് പ്രോബ്ലംസ് ഉള്ള ഒരു ഏരിയയുമാണ് നിങ്ങൾക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. എന്നിട്ട് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എഴുതിയ നോട്ടുകൂടെ കാണിക്കാം. കാരണം നിങ്ങൾ ആ ഒരു ഇക്വേഷൻസൊക്കെ എന്ത് ചെയ്യുക, ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം കേട്ടോ. മനസ്സിലാക്കണം, എന്നിട്ട് ബൈ ഹാർട്ട് ചെയ്യണം. കാരണം തത്ത പറയുന്ന പോലെ നിങ്ങൾ പറയണം. കാരണം പ്രോബ്ലംസ് ഒക്കെ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻസ് ഒക്കെ പഠിച്ചാൽ വളരെ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. ഈ ബേസ് ശരിയാകാത്ത കുട്ടികൾക്കായിരിക്കും, അല്ലെങ്കിൽ മാത്സിനകത്തിപ്പം ഗുണനപ്പട്ടിക അറിയത്തില്ലെന്നുണ്ടെങ്കിൽ മാത്സ് ടഫായിരിക്കും, മനസ്സിലായി. അതുപോലെ ഇപ്പോൾ ഇവിടെ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററാണ്, ആദ്യമായിട്ട് പഠിക്കുന്ന ഇക്വേഷൻസ് ആണ്. നിങ്ങളത് നല്ല സത്യസന്ധമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഇവിടെ നോക്കിയാട്ടെ, ഹൗ ഡസ് ഇലക്ട്രിക്കൽ എനർജി ചേഞ്ച് ഇൻ ടു ഹീറ്റ് എനർജി ഇൻ സച്ച് ഡിവൈസസ്. നമുക്ക് ലെറ്റ്സ് ഡു ആൻ എക്സ്പെരിമെൻറ്റ്. ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഇവിടെ അതിന് വേണ്ട മെറ്റീരിയൽസ് ഉണ്ട്. ഒരു നിക്രോം വയർ, അപ്രോക്സിമേറ്റ് ലെങ്ത് 5 സെൻറ്റിമീറ്റർ ആണ്. ഒരു 6 വോൾട്ട് സ്റ്റോറേജ് ബാറ്ററി വേണം, പിന്നെ കണക്റ്റിംഗ് വയേഴ്സ് വേണം. അത് എല്ലാം കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കിയാട്ടെ. എന്നിട്ട് ഇങ്ങനെ ഒരു സർക്യൂട്ട് നിങ്ങൾ കൺസ്ട്രക്റ്റ് ചെയ്യാനെന്നാണ് വയർ വെച്ചിട്ട്. അതുപോലെ തന്നെ ബാറ്ററി ഉണ്ട്, സ്വിച്ച് ഉണ്ട്, നിക്രോം വയറുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കിയാട്ടെ, ആ നിക്രോം വയറിൻ്റെ കളർ കണ്ടോ, റെഡ് ഹോട്ട് കളറായിട്ട്, അതായത് ചുട്ട് പഴുത്ത അവസ്ഥയിൽ ഇരിക്കുകയാണ്. ഹൗ ഡസ് ദ നിക്രോം വയർ ബിക്കം റെഡ് ഹോട്ട് വൈൽ പാസിങ് ഇലക്ട്രിസിറ്റി ത്രൂ ദി സർക്യൂട്ട്. അതായത് ഈ സർക്യൂട്ടിൽ കൂടെ കറണ്ട് കടത്തി വിട്ടപ്പോൾ ഈ നിക്രോം വയർ എന്തുകൊണ്ടാണ് ഇങ്ങനെ റെഡ് ഹോട്ട് അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അനലൈസ് ദിസ് ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ് ദാറ്റ് എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. ഇറ്റ് ക്യാൻ ഓൺലി ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ഊർജ്ജ സംരക്ഷണ നിയമം അല്ലേ, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഈ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തപ്പോഴത്തേക്ക് നിക്രോം വയറിന് ഇങ്ങനെ ഒരു ചേഞ്ചസ് ഉണ്ടായത്? കാരണം എന്താണ്, വെൻ ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ ദി സർക്യൂട്ട് ദ നിക്രോം കോയിൽ ഗെറ്റ്സ് ഹീറ്റഡ് അപ്പ് ആൻഡ് ബിക്കംസ് റെഡ് ഹോട്ട്. അതായത് വൈദ്യുതി കടന്നു പോകുന്ന സമയത്ത് നിക്രോം വയർ എന്ത് ചെയ്യും, ചുട്ട് പഴുത്ത അവസ്ഥയിലാവും, അതായത് ഹീറ്റാവും. അങ്ങനെയാണ് ഇത് റെഡ് ഹോട്ട് അവസ്ഥയിലോട്ട് മാറുന്നത്. ഇവിടെ ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറിയിരിക്കുകയാണ്, ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനിയും ഇതുപോലെ തന്നെ അടുത്ത ഒരു എക്സ്പെരിമെൻറ്റ്, അതിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇക്വേഷൻസിലോട്ടും കാര്യങ്ങളിലോട്ടൊക്കെ പോകുന്നത്. ഇവിടെ ഒരു റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു വോൾട്ട് മീറ്റർ ഉണ്ട്, ഒരു അമ്മീറ്റർ ഉണ്ട് അല്ലേ, ഒരു സ്വിച്ചും കാണിച്ചിട്ടുണ്ട്. ഇവിടെ അമ്മീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? കറണ്ട് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ത്, അമ്മീറ്റർ. അതുപോലെ വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത്, വോൾട്ട് മീറ്റർ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അമ്മീറ്റർ കറണ്ട് മെഷർ ചെയ്യുന്നതിനും വോൾട്ട് മീറ്റർ എന്തിനാണ്, വോൾട്ട് എത്ര വോൾട്ടേജ് ആണെന്നുള്ളത് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത് രണ്ടും കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം.
we can measure the voltage between the ends of the resistor R. നിക്രോമയർ ആണ് ഇവിടെ അതായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. യൂസിങ് എ വോൾട്ട്മീറ്റർ വി ആൻഡ് ദ കറണ്ട് ത്രൂ ഇറ്റ് യൂസിങ് ആൻ അമ്മീറ്റർ. ഇല്ല, ഇവിടെ നോക്കിയാട്ടെ, ഇവിടെ ഒരു റെസിസ്റ്റർ കൊടുത്തിട്ട് ഒരു നിക്രോമയറാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ റെസിസ്റ്റർ ഉണ്ട്, കളർ കോഡൊക്കെ വെച്ചിട്ടുള്ള റെസിസ്റ്റർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ട് എൻഡിലുമുള്ള വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു അമ്മീറ്റർ ഉണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് എല്ലാം മെഷർ ചെയ്യാൻ പറ്റും. അത് ഓൾറെഡി നമ്മളിപ്പം പറഞ്ഞു. ഇഫ് ദ അമ്മീറ്റർ ഷോസ് എ കറണ്ട് I ampere on applying a potential difference V across the resistor of resistance R ohm. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് നോക്കിയിട്ട് ആ ഒരു സിമ്പിൾ എന്താണ് പറയുന്നത്, R ohm എന്നാണ് പറയുന്നത്. മക്കളെ, ഇതിനകത്ത് അമ്മീറ്ററിനകത്തുള്ള കറണ്ട് ഐയും നമ്മൾ അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിയുമാണ് ആ റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് എന്താണ്, ആർ എന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചാട്ടെ ഇവിടെ 1-2 ലെറ്റേഴ്സൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്, ഒരു ഇക്വേഷനിലോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ചുമ്മാ അശ്രദ്ധമായിട്ടിരിക്കരുത്, പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാട്ടെ. If the ammeter shows a current I ampere on applying a potential difference V across a resistor of resistance R ohm, current I is equal to Q by T. അതായത് R റെസിസ്റ്റൻസ് ഉള്ള ഒരു റെസിസ്റ്റർ, അതിന് അക്രോസ് ആയിട്ട് V പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് എങ്കിൽ ആ അമ്മീറ്റർ I കറണ്ട് റീഡ് ചെയ്യുമെന്നാണ് പറയുന്നത് കേട്ടോ. മനസ്സിലാക്കണം. ആർ റെസിസ്റ്റൻസ് ഉള്ള ഒരു റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് ജനറലൈസ് ചെയ്ത് പറയുകയാണ്, മൊത്തത്തിൽ പറയുക കേട്ടോ, ഇക്വേഷൻസ് നിങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആർ റെസിസ്റ്റൻസ് ഉള്ള ഒരു റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് ഒരു വി പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ കൊടുക്കുകയാണ് എങ്കിൽ അമ്മീറ്റർ എന്ത് ചെയ്യും, ഐ കറണ്ട് എന്ത് ചെയ്യും, കാണിക്കും. അതിൻ്റെ റീഡിങ്ങിൽ ഐ കറണ്ട് ആയിരിക്കും കാണിക്കുന്നത്. അറിയണം, കറണ്ട് ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി ആണ്. എന്താണ് ക്യൂ? ചാർജാണ്. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി, അതായത് ടി സെക്കൻഡ് സമയത്തിൽ പാസ് ചെയ്ത് പോകുന്ന ചാർജ് ആണ് എന്ത്, കറണ്ട് ഐ എന്ന് പറയുന്നത്. ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. അതെന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. കറണ്ട് യൂണിറ്റ് എന്താണ്, ആംപിയർ ആണ് കേട്ടോ, ക്യാപിറ്റൽ എ ആണ് സൂചിപ്പിക്കുന്നത്. ദെൻ ദ ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ ദ കണ്ടക്ടർ ഇൻ ടി സെക്കൻഡ്. മക്കൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി എന്ന് എഴുതാമല്ലോ. അപ്പോൾ നമുക്ക് എപ്പോഴും നിങ്ങൾ മാത്സിനകത്ത് സിംപ്ലിഫിക്കേഷൻ പഠിക്കുന്ന സമയത്ത് പഠിച്ചു വെക്കണം. നമുക്കറിയാം, ഒരു ഈക്വൽ സൈൻ ഉണ്ട്, ഒരു സമചിഹ്നമുണ്ട്, അതിൻ്റെ LHSഉം ഉണ്ട്, RHSഉം ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് പറയുന്നത്. ഒരു സൈഡിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നതിനെ നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ ഒരു സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നതിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും, അവിടെ ഡിവിഷൻ ആവും കേട്ടോ. ഇനി ഒരു സൈഡിൽ പ്ലസ് ചെയ്തിരിക്കുവാണെങ്കിൽ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യും, മൈനസ് ആവും. തിരിച്ചും ഒരു സൈഡിൽ മൈനസ് ഉള്ളതിനെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ എപ്പോഴും ഒരു ഇക്വേഷനിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏത് വേരിയബിളാണോ അതിനെ അവിടെ തന്നെ ഇടുക, അതിൻ്റെ കൂടെ ഉള്ളതിനെ അപ്പുറത്ത് കൊണ്ടുപോയി വിപരീത ക്രിയ ചെയ്യുക. അങ്ങനെയാണ് മാത്സിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ സിംപ്ലിഫിക്കേഷനൊക്കെ പെട്ടെന്ന് ചെയ്യുന്നത്. ഇത് പല കുട്ടികൾക്കും അറിയത്തില്ല. അപ്പം പോളിനോമിയൽസ് പോലുള്ള ചാപ്റ്റേഴ്സ്, പോളിനോമിയലല്ല, ഒട്ടുമിക്ക എല്ലാ മാത്സ് ക്രിയകളും ചെയ്യണമെങ്കിൽ ഈ വക കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അവിടെ കുട്ടികൾക്ക് എന്ത് ചെയ്യും, ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അപ്പോൾ ഇവിടെ ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി ആണ് എങ്കിൽ എനിക്ക് ക്യൂ ചാർജ് കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കേണ്ടതിനെ അവിടെ തന്നെ ഇട്ട് എന്നിട്ട് ഡിവൈഡഡ് ബൈ ടി എന്നുള്ളത് അപ്പുറത്ത് പോകുമ്പോൾ എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ബൈ ടി ആവും അല്ലേ. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടീനെ നമുക്ക് ആ ഒരു ഇക്വേഷനിൽ നിന്ന് തന്നെ ക്യൂ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ടി എന്ന് എഴുതരുതോ, മനസ്സിലായോ? അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി ആണ് എങ്കിൽ ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ ദ കണ്ടക്ടർ ഇൻ ടി സെക്കൻഡ് ക്യൂ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ടി, അത്രയും കൂളോംബ് ആയിരിക്കും, ചാർജിൻ്റെ യൂണിറ്റ് ആണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ കറണ്ട് ഐ എന്ന് പറയുന്നത് ക്യൂ ബൈ ടി ആണ് എങ്കിൽ ക്യൂ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ടി എന്ന് നമുക്ക് എഴുതാം. മനസ്സിലാക്കണം കേട്ടോ. ഇക്വേഷൻ എന്താ പഠിച്ചു വെക്കേണ്ട ഇക്വേഷനാണ്, ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി ആണ്. അതിൽ നിന്ന് ക്യൂ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ടി എന്നൊക്കെ എഴുതാമെന്ന്. അടുത്തത് നോക്കാം. The potential difference between 2 points will be 1 volt if 1 joule of work is done in moving 1 coulomb of charge from one point to the other. എന്താ പറഞ്ഞേക്കുന്നത്, ഒരു കൂളോം ചാർജ് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് 1 ജൂൾ വർക്കാണ് ചെയ്യുന്നത് എങ്കിൽ ആ 2 പോയിന്റിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് ആയിരിക്കും. വളരെ സിമ്പിളായിട്ടുള്ളൊരു സെൻറ്റൻസാണ്, മനസ്സിലാക്കി വെച്ചാൽ. ഒരു കൂളോം ചാർജ് എന്ത് ചെയ്യുക, ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് മൂവ് ചെയ്യിക്കാൻ അവിടെ 1 ജൂൾ വർക്കാണ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 വോൾട്ട് ആയിരിക്കും.
potential difference between 2 points will be 1 volt if 1 joule of work is done in moving 1 coulomb of charge from one point to the other. മക്കളെ ഇത് ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് വായിച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇതിനെ നമുക്ക് വേറൊരു തലത്തിലോട്ടൊക്കെ കൊണ്ടുപോയി വളരെ 3 ഡയമെൻഷനായിട്ടൊക്കെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അങ്ങനെയുള്ള ക്ലാസ്സസൊക്കെ ഓൾറെഡി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ട് ജസ്റ്റ് എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായല്ലോ. ഒരു കൂളം ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് ചലിപ്പിക്കാൻ ഒരു ജൂള് വർക്ക് ചെയ്യണമെങ്കിൽ അതിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എപ്പോഴും എന്തായിരിക്കും? 1 വോൾട്ട് ആയിരിക്കുമെന്നാണ് പറയുന്നത്. ഇനി ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളുമാണ് കേട്ടോ. 1 ജൂൾ ഓഫ് വർക്ക് ഈസ് റിക്വയർഡ് ടു മൂവ്. ഇനി ആ പറഞ്ഞ കാര്യങ്ങൾ തന്നെ തിരിച്ചും മറിച്ചും പറഞ്ഞേക്കുക. ഇവിടെ ഇപ്പോൾ എല്ലാം നമ്മൾ 1 ജൂൾ 1 വോൾട്ട് അതുപോലെ തന്നെ 1 കൂളോം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. എല്ലാം 1 യൂണിറ്റ് ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് പറയുന്നത്, ജനറലൈസ് ചെയ്ത് പറയുകയാണ് കേട്ടോ. 1 ജൂൾ ഓഫ് വർക്ക് ഈസ് റിക്വയർഡ് ടു മൂവ് 1 കൂളോം ഓഫ് ചാർജ് അണ്ടർ 1 പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഹെൻസ് ദ വർക്ക് W to be done to move 1 coulomb of charge under potential difference V will be W is equal to V joule. നമ്മൾ നേരത്തെ ഒരു ജൂള് വർക്കിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇവിടെ ഇപ്പം വർക്ക് W എന്നുള്ളത് ഒരു കൂളോംബ് ചാർജിനെ V പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ മൂവ് ചെയ്യിക്കണമെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും? W is equal to V ജൂളായിരിക്കും. നേരത്തെ നമ്മൾ ഒരു വോൾട്ടിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഒരു ജൂള് വർക്ക് ചെയ്ത സമയത്ത്. ഇവിടെ W വർക്ക് ആവുന്ന സമയത്ത് ഒരു കൂളോംബ് ചാർജിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ W is equal to V ജൂൾ ആയിരിക്കും കേട്ടോ. If so, the work to be done to move a charge Q under a potential difference V is. ഇനി നോക്കിയാട്ടെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു കൂളോംബ് ചാർജിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള വർക്ക് W അല്ല V പൊട്ടൻഷ്യൽ ഡിഫറൻസിലാണെങ്കിൽ W എന്ന് പറയുന്നത് എന്തായിരിക്കും? V ആയിരിക്കും. ഇനി അത് ഒരു കൂളോംബിനെയാണ് W is equal to V. ഇനി Q കൂളോംബിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ എന്താണ്? W is equal to Q into V ആയിരിക്കും കേട്ടോ. ശ്രദ്ധിക്കണേ. അപ്പോൾ നിങ്ങൾക്കിത് ജസ്റ്റ് ടെക്സ്റ്റ് ഉള്ളതുകൊണ്ട് അതുപോലെ പോകുന്നതേ ഉള്ളൂ. നമുക്കിനി വേണ്ട കാര്യങ്ങൾ സോർട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ പറയാം എന്താണ് പഠിച്ചു വെക്കേണ്ടതെന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. Q കൂളോംബ് ചാർജിനെ V പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ മൂവ് ചെയ്യിക്കാനുള്ള വർക്ക് ഡൺ എന്താണ്? W is equal to Q into V കേട്ടോ. ഒരു കൂളോംബിനെയാണ് V പൊട്ടൻഷ്യൽ ഡിഫറൻസ് മൂവ് ചെയ്യിപ്പിക്കാനുള്ള വർക്ക് എത്ര? W is equal to V ആണെങ്കിൽ Q കൂളോംബിനെ എന്താണ്? W is equal to Q into V ആണ് കേട്ടോ. The work required for moving the electric charge through the conductor is done by the battery connected to the circuit. ആ സർക്യൂട്ടായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ബാറ്ററി ആയിരിക്കും വർക്ക് ഡൺ ചെയ്യുന്നത്. The power P supplied by the battery to the circuit in T second is P is equal to W by T ആയിരിക്കും. പവർ എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഡിവൈഡഡ് ബൈ ടൈമാണ്. അത് അറിയേണ്ട ഇക്വേഷനാണ്. P is equal to എന്താണ്? W by T. അപ്പോൾ നമ്മൾ ഓൾറെഡി W is equal to Q into V എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ഇവിടെ വീണ്ടും P is equal to W by T എന്ന് പറഞ്ഞാൽ അടുത്തൊരു ഇക്വേഷൻ കണക്ട് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. പവർ P എന്ന് പറയുന്നത് എന്താണ്? W by T ആണ്. ഇനി നമ്മൾ ഓൾറെഡി അറിയാം W is equal to, ഇനി നമ്മൾ ഇക്വേഷൻസ് എന്താ പല രീതിയിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ടെന്നേ ഉള്ളൂ. വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻസൊക്കെ എന്താ ഒന്നുകൂടെയൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. വലിയ കാര്യമൊന്നുമില്ല. ചില കുട്ടികൾക്ക് ഇക്വേഷനൊക്കെ കാണുമ്പോൾ എന്നിട്ട് വലിയ സംഭവം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ തിരിച്ചും മറിച്ചും പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ ശ്രദ്ധിച്ചാട്ടെ, P is equal to W by T. നമ്മൾ ഓൾറെഡി W എന്ന് പറയുന്നത് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്? Q into V അല്ലേ? Q കൂളോംബ് ചാർജിനെ V പൊട്ടൻഷ്യൽ ഡിഫറൻസ് മൂവ് ചെയ്യിക്കാനുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത് Q into V ആണ്. നമ്മളിപ്പോൾ ഇലക്ട്രിക് പവർ P is equal to W by T എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി അറിയാം മുകളിലുള്ള ന്യൂമറേറ്ററിലുള്ള W എന്ന് പറഞ്ഞാൽ Q into V അല്ലേ? ആദ്യമേ നമ്മൾ പഠിച്ചു I is equal to Q by T. മക്കളെ ഞാനിത് ഒന്നുകൂടെ എഴുതിയത് കാണിക്കും കേട്ടോ. ഇതിപ്പോൾ ടെക്സ്റ്റിലുള്ളത് അങ്ങനെ പോകുന്നതുള്ളൂ. ഈ ക്ലാസ്സിൻ്റെ തന്നെ ലാസ്റ്റ് ഞാൻ ഇക്വേഷൻ എഴുതി വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. അപ്പം P is equal to Q V by T ആണ്. I എന്ന് പറയുന്നത് Q by T ആണ്, നമുക്ക് ഓൾറെഡി അറിയാമല്ലോ. അപ്പോൾ ഇവിടെ P is equal to W by Tക്കകത്ത് Wന് വരും Q V എന്ന് എഴുതി, എന്നിട്ട് Q by T എന്നുള്ളത് I ആണല്ലോ. അപ്പോൾ കണ്ടോ, ഞാൻ ആ റെഡിങ് കൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. Q by Tക്ക് വരെ എന്തെന്ന് എഴുതാം? I. അപ്പോൾ അടുത്ത പവറിൻ്റെ ഇക്വേഷനാണ് P is equal to V into I അല്ലെങ്കിൽ P is equal to IV. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ് ഫിസിക്സിൽ. നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചു വെക്കുക, പ്രോബ്ലംസ് ചെയ്യുന്നതിന് ആപ്ലിക്കബിൾ ആണ് കേട്ടോ. അപ്പോൾ P is equal to V into I നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടിയതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു പേജിൽ എന്തൊക്കെ ഇക്വേഷൻസ് പറഞ്ഞു? I is equal to Q by T പഠിച്ചു,
ക്യൂ എന്താണ്? ചാർജ്. ടി എന്താണ്? ടൈം. പിന്നെ നമ്മൾ വർക്ക് ഡൺ ടു മൂവ് ക്യൂ കോളം ചാർജ് ത്രൂ വി പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താ? ഡബ്ല്യു ഈസിക്കൽ ടു ക്യൂ ഇൻറ്റു വി പഠിച്ചു. പിന്നെ ഇലക്ട്രിക് പവർ പി ഈസിക്കൽ ടു ഡബ്ല്യു ബൈ ടി ആണ്. ഡബ്ല്യു ക്യൂ വി എന്ന് ഇക്വേഷൻ കൊടുത്തു. എന്നിട്ട് പി ഈസിക്കൽ ടു ക്യൂ വി ബൈ ടിക്കകത്ത് ക്യൂ ബൈ ടി എന്നുള്ളത് ഐ എന്ന് കൊടുത്തപ്പോൾ നമുക്ക് പി ഈസിക്കൽ ടു ഐ വി എന്നും കിട്ടി, പി ഈസിക്കൽ ടു വി ഐ എന്നും കിട്ടി. ഓക്കെ, ഇനിയും അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് therefore the energy supplied by the battery to the circuit in t second. അതായത് നമ്മൾ പറഞ്ഞു സർക്യൂട്ടായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ബാറ്ററിയാണ് ഇതിന് വേണ്ട പവറൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനിയും ടി സെക്കൻഡ് സമയം കൊണ്ട് ഇത് കൊടുക്കുന്ന എനർജി എത്രയാണ്? പി ഇൻറ്റു ടി ആയിരിക്കും. അതായത് പി ടി ഈസിക്കൽ ടു വി ഐ ഇൻറ്റു ടി എന്ന്. കാരണം നമ്മൾ പി ഈസിക്കൽ ടു വി ഐ എന്ന് എഴുതിയല്ലോ, രണ്ടിടവും ഒരു ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പി ടി ഈസിക്കൽ ടു വി ഐ ടി എന്നുള്ളത് കിട്ടും. ഇവിടെ എനർജി, ഇവിടുത്തെ എനർജി എന്താണ്? കൊടുത്ത ഇലക്ട്രിക്കൽ എനർജി അവിടെ എന്തായിട്ടത് കൺവേർട്ട് ചെയ്യുക? ഹീറ്റ് എനർജി ആയിട്ടാണ് നിക്രോം വയർ കൺവേർട്ട് ചെയ്തത് അല്ലേ? അപ്പോൾ ഇവിടുത്തെ എനർജി പി ടി എന്നതിന് പകരം നമുക്ക് എന്ത് എഴുതാം? എച്ച് എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് നമുക്കതിനെ റീപ്ലേസ് ചെയ്യാം. കാരണം ഇവിടുത്തെ എനർജി എന്താണ്? ഹീറ്റ് എനർജിയാണ്. അപ്പോൾ എച്ച് ഈസിക്കൽ ടു വി ഐ ടി എന്ന് എഴുതാം. ഞാൻ ഒന്നുകൂടെ പറയാം, ഞാൻ ഇത് വീണ്ടും എഴുതിയിട്ട് കാണിക്കും, നിങ്ങളിത് കണ്ട് പേടിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഹീറ്റ് എനർജി എച്ച് ഈസിക്കൽ ടു വി ഐ ടി എന്ന് എഴുതരുതോ? മനസ്സിലായോ? അപ്പോൾ പവർ പി ഈസിക്കൽ ടു വി ഐ ടി എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഇക്വേഷൻസ് മാത്രം എഴുതിയിട്ടുണ്ട്, അത് നമുക്കൊന്നുകൂടെ കേൾക്കാം. എന്നിട്ട് നമുക്ക് ഓംസ് ലോയുടെ ഇക്വേഷൻസും കൂടെ പറഞ്ഞ് നിർത്താൻ ഇവിടെ കേട്ടോ. ഒരുപാട് ഹെവി ആകുന്നില്ല. ഇത്രയും പഠിച്ചതിന് ശേഷം നിങ്ങൾ പറയുക, അതിന് ശേഷം നമുക്ക് അടുത്ത ക്ലാസ് ഇടാം. ഓക്കെ, നോക്കിയാട്ടെ നമ്മൾ ഇതുവരെ പഠിച്ച ഇക്വേഷൻസ് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? കറണ്ട് ഐ ഈസിക്കൽ ടു ക്യൂ ബൈ ടി ആണ്. ഐ ഈസിക്കൽ ടു ക്യൂ ബൈ ടി ആണ്. അവിടെ ഐ എന്ന് പറയുന്നത് കറണ്ടാണ്, ക്യൂ എന്ന് പറയുന്നത് ചാർജാണ്, യൂണിറ്റ് കൂളോംബാണ്, അത് അറിയണം. പിന്നെ ടി എന്ന് പറയുന്നത് ടൈമാണ് അല്ലേ? ഐ ഈസിക്കൽ ടു ക്യൂ ബൈ ടി നിങ്ങളുടെ മനസ്സിലോട്ട് അങ്ങ് കയറിയാട്ടെ. അടുത്തത് ഡബ്ല്യു ഈസിക്കൽ ടു ക്യൂ ഇൻറ്റു വി. ഇവിടെ എന്താണ്? വർക്ക് ഡൺ ടു മൂവ് ക്യൂ കൂളോംബ് ചാർജ് ത്രൂ വി പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതായത് വി പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ ക്യൂ കൂളോംബ് ചാർജിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള വർക്ക് ഡൺ ആണ് ഡബ്ല്യു ഈസിക്കൽ ടു ക്യൂ ഇൻറ്റു വി. പിന്നീട് ഇലക്ട്രിക് പവർ ഈസിക്കൽ ടു ഡബ്ല്യു ബൈ ടി എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഓൾറെഡി നമുക്കറിയാം ഡബ്ല്യു ഈസിക്കൽ ടു എന്താണ്? ക്യൂ ഇൻറ്റു വി അല്ലേ? അപ്പം പി ഈസിക്കൽ ടു ഡബ്ല്യു ബൈ ടി എന്നുള്ള ഇക്വേഷനകത്ത് ഡബ്ല്യുവിന് പകരം എന്തെഴുതി? ക്യൂ ഇൻറ്റു വി എന്നെഴുതി. ക്യൂ ബൈ ടി എന്ന് പറയുന്നത് എന്താണ്? ഐ ആണ് അല്ലേ? അപ്പോൾ പി ഈസിക്കൽ ടു ഐ വി എന്നും എഴുതാം, തിരിച്ചും എഴുതാം. മക്കളെ അതൊക്കെ അറിയാമല്ലോ. എ ഇൻറ്റു ബി എന്ന് പറയുന്നത് ബി ഇൻറ്റു എ ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ഐ ഇൻറ്റു വി എന്നുള്ളത് വി ഇൻറ്റു ഐ എന്നും എഴുതാം. മനസ്സിലായോ? അപ്പോൾ പി ഈസിക്കൽ ടു വി ഐ എന്നും പഠിക്കുക, അല്ലെങ്കിൽ പി ഈസിക്കൽ ഐ വി എന്നും പഠിക്കുക. പിന്നീട് എനർജി ഗിവൺ ടു ദ സർക്യൂട്ട് ബൈ ദ ബാറ്ററി ഇൻ ടി സെക്കൻഡ്. അതായത് ടി സെക്കൻഡ് സമയത്തുള്ള എനർജി എന്ന് പറയുന്നത് പി ഇൻറ്റു ടി ആണ്. അതായത് പി ടി ഈസിക്കൽ ടു വി ഐ ടി ആണ്. കാരണം പിയുടെ ഇക്വേഷൻ വി ഐ ആണ്, എങ്കിൽ പി ഇൻറ്റു ടി ഈസിക്കൽ ടു വി ഐ ഇൻറ്റു ടി എന്ന് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഇവിടെ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഹീറ്റ് എനർജിയാണ് അല്ലേ? ശ്രദ്ധിച്ചാട്ടെ, ഇവിടെ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഹീറ്റ് എനർജിയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എനർജി ഗിവൺ ടു ദ സർക്യൂട്ട് ബൈ ദ ബാറ്ററി ഇൻ ടി സെക്കൻഡ് പി ഇൻറ്റു ടി എന്ന് നമുക്ക് എഴുതിയല്ലോ. ആ പി ഇൻറ്റു ടി, അതായത് എനർജി എന്ന് പറയുന്നത് ഇവിടെ ഹീറ്റ് എനർജി ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? എച്ച് എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. അതുകൊണ്ടാണ് പി ഇൻറ്റു ടിക്ക് വരെ നമ്മൾ എന്ത് ചെയ്തത്? എച്ച് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഇവിടെ കൊടുത്തത് അല്ലേ? അപ്പോൾ എച്ച് ഈസിക്കൽ ടു പി ഇൻറ്റു ടി എന്താണ്? വി ഐ ഇൻറ്റു ടി. അപ്പോൾ നമുക്ക് എഴുതാം പി ടി എന്ന് പറയുന്ന എച്ച് ആയതുകൊണ്ട് എച്ച് ഈസിക്കൽ ടു വി ഐ ഇൻറ്റു ടി എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ഓംസ് ലോ ആണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു 9ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഫിസിക്സിൽ പഠിക്കാനുണ്ടായിരുന്നു. എന്താണ് ഓംസ് ലോ? ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനകത്തൂടെ കടന്നു പോകുന്ന കറണ്ട് ഐ എന്ന് പറയുന്നത് അതിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ളത് നമുക്ക് പറയാം. അതായത് വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ. ഇവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി വി ഈസിക്കൽ ടു ആർ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്ത്, അതായത് വി ഈസിക്കൽ ടു ഐ ഇൻറ്റു ആർ. ഇതാണ് ഓംസ് ലോയുടെ ബേസിക് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ അല്ലേ? അതായത് ഇവിടെ വി ഈസിക്കൽ ടു ഐ ഇൻറ്റു ആർ എന്നുള്ളത് നിങ്ങൾ എഴുതി. ഇവിടെ നോക്കിയേട്ടെ മക്കളെ, വി ഈസിക്കൽ ടു ഐ ഇൻറ്റു ആർ. ഇതിനകത്തു നിന്ന് നിങ്ങൾ ഐയുടെയും ആറിൻ്റെയും ഇക്വേഷൻ എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും പഠിച്ചു വെക്കുക. കാരണം ഇതും ഫിസിക്സിൽ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് കേട്ടോ. അപ്പോൾ വി ഈസിക്കൽ ടു ഐ ഇൻറ്റു ആർ. വി എന്താണ്? വോൾട്ടേജ് ആണ്, ഐ കറണ്ടാണ്, ആർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ് കേട്ടോ. അപ്പോൾ വി ഈസിക്കൽ ടു ഐ ഇൻറ്റു ആർ. ഒരു ഇക്വേഷൻ അത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷനിൽ തന്നെ ഐ കണ്ടുപിടിക്കണം. ഞാൻ പറഞ്ഞു മാത്സിനകത്ത് ഒരു ഇക്വേഷനകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണോ അതിനെ ഒരു സൈഡിലിടുക, കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളതിനെ അപ്പുറത്ത് കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യുക. അല്ലെങ്കിൽ ഐ ഈസിക്കൽ ടു
ഇവിടെ ഗുണിച്ചിരിക്കുന്ന ആറിനെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഐ ഈസിക്കൽ ടു വി ബൈ ആർ എന്ന് എഴുതാം. ഇനി ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആർ ഈസിക്കൽ ടു ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ഐനെ എന്ത് ചെയ്യാം, അപ്പുറത്ത് കൊണ്ട് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം. അതായത് ആർ ഈസിക്കൽ ടു വി ബൈ ഐ എന്ന് നിങ്ങൾക്ക് എഴുതാം. ഇനിയും ഇങ്ങനൊന്നും വയ്യാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു റെക്റ്റാങ്കിൾ ഇങ്ങനെ വരയ്ക്കുക, ഇവിടെ വി എഴുതുക, ഐ എഴുതുക, ആർ എഴുതുക. ഇനി നിങ്ങൾക്ക് എന്തിനാണോ കണ്ടുപിടിക്കേണ്ടത് അതങ്ങ് പൊത്തിപ്പിടിച്ചേ. ഇപ്പം ഈ ഒരു വി ഐ ആർ എന്ന് ഇങ്ങനെ തന്നെ എഴുതി. ഇനി വി ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇവിടെ നോക്കിയിട്ട് ഐ ഇൻറ്റു ആർ അല്ലേ, അതായത് വി ഈസിക്കൽ ടു ഐ ഇൻറ്റു ആർ ആണ്. ഇനി നിങ്ങൾക്ക് ആറാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇവിടെ നോക്കിയിട്ട് വി ബൈ ഐ. ഇനി നിങ്ങൾക്ക് ഐ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ വി ബൈ ആർ. മനസ്സിലായോ? അങ്ങനെ നമുക്കത് കാണാവുന്നതേ ഉള്ളൂ. അപ്പോൾ വി ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ വി ഈസിക്കൽ ടു ഐ ഇൻറ്റു ആർ ആണ്. ഐ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ വി ബൈ ആർ ആണ്. ആറാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ വി ബൈ ഐ. ഇതിലേത് രീതി വേണമെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. നമുക്ക് ആ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ ഇതെല്ലാം പറയുന്നത് കേട്ടോ. അത് ഞാൻ വീണ്ടും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് പറയുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്, ഒരു സർക്യൂട്ടിലുണ്ടായ കറണ്ട് ടി സെക്കൻഡ് പാസ് ചെയ്തപ്പോഴത്തേക്ക് അവിടെ ഉണ്ടായ ഹീറ്റ് എനർജി എച്ച് എന്ന് പറയുന്നത് ആണ് എന്ത്, വി ഐ ടി അല്ലേ. അപ്പോൾ നിങ്ങൾ എച്ച് ഈസ് ഈക്വൽ ടു വി ഐ ടി എന്ന് പറയുന്ന ഒരു ഇക്വേഷനും പിന്നീട് ഈ വിയുടെ 3 ഇക്വേഷൻസ് ഉണ്ടല്ലോ, വി ഈസിക്കൽ ടു ഐ, വിയുടെ ഇക്വേഷൻ വി ഈസിക്കൽ ടു ഐ ആർ, ഐ ഈസിക്കൽ ടു വി ബൈ ആർ, ആർ ഈസിക്കൽ ടു വി ബൈ ഐ. ഈ ഇത്രയും ഇക്വേഷൻസ് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാം. ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ് എടുക്കാൻ. നിങ്ങൾ മനസ്സിലായോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും പറയുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി കാതോർത്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.